മുടി കൊഴിച്ചിലാണോ നിങ്ങളുടെ ജീവിതത്തിലെയും പ്രധാന വില്ലൻ? മുടി മുഴുവൻ കൊഴിഞ്ഞു പോയെന്നോർത്ത് ഒരു ടെൻഷനും വേണ്ട. എല്ലാത്തിനും ഇവിടെ ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ട്. ദേ, ഇത്രയധികം മുടി പൊഴിഞ്ഞു പോയി തലയുടെ ഉള്ളു കാണുന്ന രീതിയിലാണ് ഈ ഒരു ചേട്ടൻ ഇവിടെ വരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചേട്ടനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ മുടി കൊഴിച്ചിലോട്ട് വരുന്ന എല്ലാവർക്കും ഇതേപോലെ പരിഹാരം കണ്ടുകൊണ്ട് പോവാം. ലക്ഷ്മിയുടെ ഹെയർ ഫ്രണ്ടിൽ കുറച്ച് തിക്നെസ് കുറവാണ്, അത്യാവശ്യം നല്ല തിക്നെസ് കുറവാണ്. സ്കാൽപ്പ് ഭയങ്കര വിസിബിൾ ആയിട്ട് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ഈ ഷൂട്ടൊക്കെ ഉള്ളപ്പം ലൈറ്റ്സ് ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഓൾറെഡി ഹെയർ ലോസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഫിക്സ് ചെയ്യാൻ സേവിയർ സാറിൻ്റെക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കുകയാണ്. കാരണം ഹെയർ ലോസ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കുറവ് വരും. പിന്നെ സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് ഭയങ്കരമായിട്ട് ക്ലിയർ ആയിട്ട് അറിയുകയും ചെയ്യാം ഫ്രണ്ടിലെ ഹെയർ ഇല്ലാതെ. നിങ്ങൾ ഈ ഫീൽഡും കൂടി ആയതുകൊണ്ടല്ലേ ക്ലോസപ്പ് ഒക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണം? ഫ്രണ്ടിൽ മാത്രമാണോ ചെയ്യണുള്ളൂ? സ്കാൽപ്പ് കവർ ചെയ്ത് ലെങ്ത്തും കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം ഞാൻ സാറിന് വിട്ടുകൊടുക്കുകയാണ്. കാരണം നമുക്കറിയാം ഗേറ്റ് വേ അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ളൊരു സ്ഥാപനമാണ്. അപ്പൊ സാറിൻ്റെ ഞാൻ പറഞ്ഞു, സാർ എന്താന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ? ഉറപ്പായിട്ട്. മാഡം സീരിയൽ ആർട്ടിസ്റ്റ് അല്ലേ? സീരിയലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് സീരിയലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫിലിം സ്റ്റാർ പറഞ്ഞിട്ടാണോ ഈ വേറൊരു ആർട്ടിസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗേറ്റ് വേയുടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിലെ റിവ്യൂസ് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം എത്രത്തോളം പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടെന്ന്. അങ്ങനെയാണ് വന്നത്. ഓക്കെ. പിന്നെ മാഡത്തിൻ്റെ ഈ ഇത്ര ഏരിയ അല്ലേ, നമുക്കത് റെഡിയാക്കി എടുക്കാം. ഈ ഏരിയ ഞാൻ മാഡം ഒന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, വീഡിയോ കോളിൽ മാഡം വിളിച്ചിരുന്നല്ലോ. അപ്പം അതിനനുസരിച്ച് തന്നെ ചെയ്യാം. നമുക്ക് ആ മാഡത്തിൻ്റെ ആവശ്യം ഇത്ര പോർഷൻ തിക്കാക്കി കിട്ടണം, ഈ ഹെയറിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്യണം, അതല്ലേ? പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നോ പ്രോബ്ലം. മാഡത്തിന് അത് നമ്മളിപ്പം വെക്കാൻ പോകുന്ന ഹെയർ 100% ഹ്യൂമൻ ഹെയർ ആയതുകൊണ്ട് മാഡത്തിന് ആ ഹെയർ തന്നെ നിങ്ങൾക്ക് കേളിയും ചെയ്യാം, സ്ട്രൈറ്റും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അടിപൊളിയാക്കാം മാഡം. മാഡത്തിൻ്റെ ഈ നെറ്റിയുടെ ഒരു 1/2 ഇഞ്ച് നെറ്റി കുറച്ച് തരാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വെച്ചതായിട്ട് നമുക്ക് സാധാരണ ഒരു പാച്ചസ് ഒക്കെ വെക്കുമ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെനിക്ക് വെച്ചതായിട്ട് പോലും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇല്ല ഒന്നുമില്ല. ഒട്ടും നമുക്ക് തന്നെ അറിയാൻ പോലും ഇല്ല. ആരെങ്കിലും പറയണം നമ്മുടെ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അതെ, എനിക്ക് കാരണം ഞങ്ങൾക്ക് ഈ ഷൂട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നതുകൊണ്ട് ലൈറ്റ്സിൻ്റെ പ്രശ്നം കൊണ്ട് സ്കാൽപ്പിൽ ഹെയർ ഫോൾ കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റൻഷൻ്റെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ യങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഹെയർ ഫോൾ എന്തായാലും നമ്മളെ ഒരു കുറച്ച് പ്രായം തോന്നിക്കും. അപ്പോൾ എനിക്കിത് വെച്ചിട്ട് കുറച്ചുകൂടെ യങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, വളരെ കൂടി. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്, പുള്ളിക്കാരിയാണ്. ഇവിടെ കുറേ ആർട്ടിസ്റ്റുകൾ വരാറുണ്ട്. അപ്പം പുള്ളിക്കാരിയാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ ഈ ഗൂഗിളിൽ വളരെ നല്ല റിവ്യൂസാണ് ഗേറ്റ് വേ കുറിച്ച്. 5 നമ്മൾ ഈ റേറ്റിംഗ് നോക്കുമല്ലോ, അതിലും 5 സ്റ്റാർ ഉണ്ട് റേറ്റിംഗ്. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ വന്നതാണ്. വളരെയധികം സാറ്റിസ്ഫൈഡ്. നമുക്കൊരു 10 കൊടുക്കാം. ഹായ് നിർമ്മൽ, എന്തുണ്ട്? ഫൈൻ. ഓക്കെ. സോ ഇങ്ങനെ ഇത് പെർഫെക്റ്റായിട്ട് നമ്മൾ ഹെയർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇത് വേറൊരു ഇന്നത്തെ ട്രെൻഡിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് ബ്ലെൻഡിങ് ആണ്. ഇത് ഹെയർ സൈഡിലൊക്കെ പെർഫെക്റ്റ് ബ്ലെൻഡിങ് ആണ്. പിന്നെ ഇവിടെ ഒരു പോനിയുണ്ട്, കണ്ടോ? അപ്പം പോനി സ്റ്റൈലൊക്കെ ഹെയർ ഫിക്സിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയൊട്ടിൽ നിന്ന് കിളിക്കുന്ന ഫീൽ കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അത്രയും പ്യുവറായിട്ട് നമ്മുടെ ഓരോ മുടി കിളിക്കുന്ന ഒരു ഫീല് നമുക്കിതിൽ കിട്ടും. അത്രയും സ്കാൽപ്പ് ക്ലിയറൻസ് ഉള്ള ഹെയറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ നോർമലല്ല, ഇതാഞ്ഞ് പിടിച്ച് വലിച്ചാലും ഇത് വരത്തില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയറാണ്. നമുക്ക് നീന്താം, കുളിക്കാം, എല്ലാം നോർമൽ യൂസ് ചെയ്യാം. പെർഫെക്റ്റ് ഫീലിൽ നമ്മുടെ സ്വന്തം മുടിയായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്.
ഇത് ആഞ്ഞു പിടിച്ച് വലിച്ചാൽ ഇത് വരാൻ പോകുന്നില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിരിക്കും. പിന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഹെയർ സെറ്റ് ചെയ്യാം. ചീപ്പ് വേണമെന്നൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ചീപ്പ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ നമുക്ക് നമ്മുടെ സ്വന്തം മുടി പോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 7 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഗേറ്റ് വേയുടെ സർവീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല സർവീസ് കിട്ടാറുണ്ട്. എപ്പോൾ വിളിച്ചാലും അവർ അറേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ ലേറ്റായാലും വെയിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ തൃപ്തി. എത്ര വർഷത്തെ സർവീസാണ് ഇവിടെ? ഇവിടെ ഇപ്പോൾ 7 വർഷം. 7 വർഷം. 7 വർഷത്തെ സർവീസ് ചെയ്തിട്ട് സാറ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ സംതൃപ്തനാണ്. സംതൃപ്തനാണ്. എന്നാൽ തീർച്ചയായിട്ടും സാറ് സംതൃപ്തനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യത്തെ വന്ന് ചെയ്തിട്ട് പോകാം. വേൾഡിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഈ ഹെയർ ഫിക്സിംഗ് സെന്ററിന്റെ ലൊക്കേഷൻ ആണോ നിങ്ങൾക്ക് അറിയേണ്ടത്? നമ്മുടെ കൊല്ലം ജില്ലയിൽ പോളത്തോട്ടിലാണ് ഈ ഒരു ഗേറ്റ് വേ ഹെയർ ഫിക്സിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്.